ബിസ്ക്കറ്റ് എടുത്തു തരട്ടോ. ജയന്തി, വന്നാൽ ഉടനെ കാണണമെന്ന് ആജ്ഞയുണ്ട്. ഗുഡ് മോർണിംഗ്. ഇതൊന്നും ഇവിടെ പറ്റില്ല. സമയം ഇപ്പൊ എത്രയെന്നറിയോ? വാച്ച് നോക്കണം. 10:15, അതായത് 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതൊന്നും ഇവിടെ നടക്കില്ല. ക്ലോക്ക് 10 മണി അടിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഒരേപോലെ ഒരേ മുഹൂർത്തത്തിലാണ്. അതുകൊണ്ടാണ് അതിനെ സമയം എന്ന് പറയുന്നത്. എനിക്ക് എന്നോട് ആരും ഇങ്ങോട്ട് ഒരു സംസാരിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങളിപ്പോ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. ബസ് താമസിച്ചു, പിന്നെ ഉണരാൻ വൈകി, അല്ലെങ്കിൽ തുമ്പിക്കയുണ്ടതിൽ മഴ പെയ്തു, ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇന്ന് 15 മിനിറ്റ് ലേറ്റ്, നാളെ 30 മിനിറ്റ് ആവും, മറ്റന്നാൾ 60 മിനിറ്റ് ആവും. ദാറ്റ് മീൻസ് 1 മണിക്കൂർ. മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. Now go to a table. ഈ ലംബോരനാരുടെ പട്ടാളച്ചിട്ടെന്ന് എന്റെ അടുത്ത് കിടക്കില്ല. ഇന്നലെ വരെ ഡിറ്റക്റ്റീവ് നോവൽ മാത്രമായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഇന്നിതാ മനോരമയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓഫീസ് നിർവഹണം പാരായണത്തിലൂടെ. ഒരു ദിവസം കാണാം. ദുർവാസ പറഞ്ഞാലുള്ള ഗതി അറിയാലോ. ദുർവാസാവ് ഞൊട്ടും. അങ്ങനെ രാവിലെ 10 മണിക്ക് എല്ലാരും പാലനായ പോരെ. ഞാൻ 9:30 മണിക്കേ എത്തും. പക്ഷേ എന്റെ പണി എങ്ങനെ ചെയ്യണമെന്ന് ഞാനാണ് നിശ്ചയിക്കേണ്ടത്. അപ്പൂപ്പനൊരു കഥ പറഞ്ഞു തരട്ടെ. ആനയുടെ കഥ വേണോ, കുതിരയുടെ കഥ വേണോ? നല്ല ഉടുപ്പാണല്ലോ മോന്റെ ഉടുപ്പ്. അമ്മ വാങ്ങിച്ചു തന്നതാണോ? നല്ല കുട്ടി. ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. മോൻ അവിടെ നിന്നേ, അപ്പൂപ്പൻ ഇപ്പൊ വരാം. ഒരിടത്തും പോരുതേ, ഇപ്പൊ വന്നേക്കാം. അതങ്ങനെ ശരിയാവും? മെഷർമെന്റ് ശരിയല്ലല്ലോ. ശരിയാണ് സാർ. എനിക്കറിയാൻ പാടില്ല. ഇത് ഇതിപ്പോ എത്ര? അത് 2.6. ഇതോ 1.6. ഇത് 2.8ഉം ഇത് 1.6. അതങ്ങനെ ശരിയാവും? എന്നോട് ടാലി ആവുന്നില്ലല്ലോ. എടുത്തോണ്ട് പോണം. കാര്യമൊന്നും ചെയ്യുന്നില്ലേലും സംസാരത്തിനൊരു കുഴപ്പമില്ല. ഈ കുട്ടി ആരുടെയാ? എന്താ, ആരുമില്ലേ? ഈ കുട്ടിക്ക് അവകാശികളായിട്ട് ഇവിടെ ആരുമില്ലേ? നിങ്ങളെ കുട്ടി? ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടൊക്കെ തന്നെ. ഈ കുട്ടിക്ക് ബന്ധപ്പെട്ടവർ ആരുമില്ലേ? പറയണം. ഓഹോ, അപ്പൊ കുട്ടി നിങ്ങളെയായിരുന്നു. അതിനോട് പറയാനാണോ ഇത്രയും സമയം? യു ആർ ഓൾറെഡി ലേറ്റ് ബൈ 15 മിനിറ്റ്സ്. ഓക്കെ, അത് മനസ്സിലാക്കാം. പക്ഷേ കുട്ടി ഓഫീസിൽ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ സ്ഥാപനത്തെ ഒരു നെസറിയായി കാണുമെന്നാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ പിന്നെ സിൻസിയറിറ്റിയോ സീരിയസ്നെസ്സോ ഇല്ല എന്നർത്ഥം. എനിക്കത് ഇഷ്ടമല്ല. സാർ, ജയന്തിയെ പിന്നെ ഇടയ്ക്കൊരു വർത്താനം പറയരുത്. അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ഞാൻ ചോദിക്കുക. പ്രസവിച്ച കുട്ടിയെ ഓഫീസിന് പുറത്തിരുത്തിയിട്ട് മനസ്സിന് ഏകാഗ്രതയോടുകൂടി ഇവരെങ്ങനെ വർക്ക് ചെയ്യും? സാധ്യമല്ല. നിങ്ങളുടെ പകുതി മനസ്സും ചിന്തയും ഓഫീസിന് പുറത്തുള്ള കുട്ടിയിലായിരിക്കും. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്താൽ 10 ഫയൽ പോകേണ്ടിടത്ത് 5 ഫയലിലും പോയി നിൽക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. വർക്ക് ഈസ് വർഷിപ്പ്. ഈ സ്ഥാപനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെയും എന്റെയും ഒക്കെ വളർച്ചയാണ്. അതുകൊണ്ട് പിന്നെ മിസ്സസ് ജയന്തി, താങ്ക് യു. മിസ്സസ് ജയന്തി, നാളെ മുതൽ നിങ്ങൾ കുട്ടി ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇവിടെ ജോലിക്ക് വരിക, അല്ലെങ്കിൽ കുട്ടിയെ നോക്കിക്കൊണ്ട് വീട്ടിലെങ്ങാനും ഇരിക്കുക. നിങ്ങൾക്ക് ഞാൻ ഈ പറയണമെന്ന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് മൈൻഡ് അബൌട്ട്. കരയരുതേ. മോന് മുട്ടായി വാങ്ങിച്ചു തരട്ടോ. മോൻ നല്ല കുട്ടിയല്ലേ, മോന് കാറി കയറണം. എന്താ
ആ വരണം. ഇത് ഇന്നലെ അയക്കണ്ടല്ലേ? അതെ. എന്താ അയക്കാൻ? ഇന്നലെ തീരുമാനം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും മണി 5:30 കഴിഞ്ഞു. പിന്നെ ഇന്നലെ ആയാലും ഇന്നായാലും എനിക്ക് നിങ്ങളുടെ ഇത്തരത്തിലുള്ള വർത്തമാനമൊന്നും ഇഷ്ടമല്ല. എന്തിനാ സാർ ഇത്ര ഉറക്കെ സംസാരിക്കുന്നത്? പതുക്കെ സംസാരിച്ചാ പോരെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനും കൂടെ വന്നത്. പറയണം. ആ പെങ്കൊച്ച് അവിടെ നിന്ന് കരയുന്നുണ്ട്. തൃപ്തിയായില്ലേ? കരയേണ്ട ആവശ്യം എന്തോ? കരയാനാണോ ഞാൻ പറഞ്ഞു? രാവിലെ താമസിച്ചു വന്നു, മേലാ താമസിക്കരുതെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. കുട്ടിയെ മേലാൽ ഓഫീസിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതും തെറ്റാണ്. ഒരു തെറ്റുമല്ല. പിന്നെ അവര് കരഞ്ഞെങ്കിൽ അതവരുടെ ഇഷ്ടം. പക്ഷേ കരയേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ല, ഇപ്പം കരയത്തെ കൊണ്ട് എന്തും ഉണ്ടായി ഇവിടെ? വരുന്നു മിസ്റ്റർ ലംബോദരൻ നായർ വിളിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. സാർ ഇരിക്കണം. ദേവി ഇത് പതുക്കെ പറയണം സാർ. സ്നേഹത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞൂടെ? അവര് ഇപ്പോഴും കരയണം? അതൊരു അപകടം പിടിച്ച ചോദ്യമാണ് സാർ. നേരത്തെ ഞാനാണ് പറഞ്ഞത് അവർ കരഞ്ഞു തുടങ്ങിയെന്ന്. ഇപ്പോഴും അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ സാർ ധരിക്കും ഞാൻ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന്. നമ്മൾ ജോലി ചെയ്യാനല്ലേ സാർ വരുന്നത്. പക്ഷെ ഇത്രയൊന്നും വേണ്ടായിരുന്നു. അതൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. എനിക്കറിയാം എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നൊക്കെ. പിന്നെ കരഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞോണ്ടാ ഒരു ഒരു വിഷമം. സാറ് വിഷമിക്കുന്ന എന്തിനാ? കരഞ്ഞത് അവരല്ലേ. അതുകൊണ്ടല്ല. ഇപ്പം കരഞ്ഞത് അവരോ ഇവരോ ആര് വേണേ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഒരു ഓഫീസിനുള്ളിൽ വെച്ച് സ്റ്റാഫ് കരയാന്ന് വെച്ചാൽ അതൊരു അന്തസ്സുള്ള നടപടിയല്ല. പിന്നെ എന്താ ഇപ്പൊ ചെയ്യാ? അത് സാറിനെ അറിയൂ. വരാ, ഒരു ഉപകാരം ചെയ്യും. അവരെ ഞാൻ വിളിക്കണമെന്ന് പറയും. ഞാനൊരു 2 വാക്ക് സംസാരിച്ചേക്കാം. ഇപ്പം അവരുടെ മനസ്സിൽ വെറുതെ ഒരു പ്രയാസം വേണ്ട. നല്ല കാര്യമാണ്. പക്ഷേ സാർ അവരോട് പതുക്കെ സംസാരിക്കണം. ആ, ജയന്തി വിളിക്കുന്നു. കരഞ്ഞോ? അല്ല, നിങ്ങൾ കരഞ്ഞെന്നോ മറ്റോ കോര ഇവിടെ പറയുന്നത് കേട്ടു. പക്ഷേ കരയേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ കരഞ്ഞില്ല സാർ. എന്തിനായി കള്ളം പറയുന്നത്? നിങ്ങളുടെ കണ്ണ് കണ്ടറിയില്ലേ കരഞ്ഞാണെന്ന്? കരയാനല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓഫീസ് കാര്യങ്ങളിൽ നാം കുറച്ചുകൂടെയൊക്കെ ഒരു ശ്രദ്ധ കാണിക്കണം. പക്ഷേ ഞാനത് പറയുമ്പോൾ നിങ്ങൾ കരയണമെന്നുള്ളത് എന്റെ ഉദ്ദേശമായിരുന്നില്ല. നിങ്ങൾ കരഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. പിന്നെ എന്റെ സംസാര രീതി ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അതെന്റെ തെറ്റല്ല, എന്റെ രീതി അതാണ്. വേണ്ട, എന്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ ലംബോദരൻ നായർ എന്ന പേര് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതാണ് ഞാൻ. എന്നെ ദയവായി മനസ്സിലാക്കുക. സാർ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല. തെറ്റെന്റേതാണ്. കറക്റ്റ്. അതാണ് അതിന്റെ ഒരു ശരി. ഞാൻ എന്തിനത്രയും പറഞ്ഞുവെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയാണെന്ന്
നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ അവിടെ ഞാൻ വിജയിച്ചു. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ നമ്മെ പറ്റി പരിതപിക്കുകയോ സഹതപിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരോട് പാം പറയും. ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം. നോ ഗോ ടു ടേബിൾ. മുകളിൽ വന്നൊന്നും നോക്കൂ ദേവേട്ട, കാണാൻ എന്ത് ഭംഗിയായിരിക്കുന്നോ. അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറ്റിയ ചീപ്പ് പരിപാടികളാണ്. ഞങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്ക് അതൊന്നും പറ്റിയതല്ല. ഓ പിന്നെ പിന്നെ ഒന്ന് എന്നിട്ട് കുളിച്ചേ. ഇച്ചിരി കഴിയട്ടെ മോളെ, ഞാൻ പേപ്പർ വായിച്ചോട്ടെ. വേണ്ട വേണ്ട, പേപ്പർ വായനയൊക്കെ വീട്ടില്. നമ്മൾ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വന്നത് മുറിക്കകത്ത് കഥ അടച്ചിരുന്ന് പേപ്പർ വായിക്കാനാണോ? പിന്നെ എനിക്ക് ചുറ്റി നടന്നെല്ലാം കാണണം. ഇവിടെ കാണാൻ എന്തൊക്കെയുണ്ടെന്ന് ദേവേട്ടന് അറിയാമോ? മ്യൂസിയം, സൂ, നക്ഷത്ര ബംഗ്ലാവ്. എന്താ ദേവേട്ടാ? ഇതെല്ലാം എന്റെ കൺമുമ്പിലുണ്ട്. മ്യൂസിയത്തിലെ പുരാതന വസ്തുക്കളെക്കാൾ പഴകിയ ആചാരമര്യാദകളാണ് എന്റെ പൂർണ്ണിമയ്ക്ക്. കാഴ്ച ബംഗ്ലാവിലെ കുരങ്ങിന്റെ മനസ്സാണ് എന്റെ പോക്ക്. നക്ഷത്ര ബംഗ്ലാവിലെ നക്ഷത്രങ്ങൾ പോലെയുള്ള കണ്ണുകളാണ് എന്റെ കൺമണിക്ക്. മതി മതി, ഒന്ന് കുളിച്ചേ. പൂർണിമ, പൂർണിമ, എന്റെ പുറമൊന്ന് തേച്ചതാ. ഇല്ലേ ഉഴപ്പി കുളിക്കും. വേണ്ട വേണ്ട, തന്നെത്താൻ കുളിച്ചാ മതി. വയ്യാഞ്ഞിട്ടില്ലേ മോളെ, പ്ലീസ്. അടങ്ങി നിന്നോണം. പൂർണിമ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ? എനിക്ക് വയ്യ പോലെ. ഒരു ഭർത്താവിന്റെ വേഷം കിട്ടാൻ ഈ ജന്മം ദേവട്ടന് പറ്റില്ല. എന്താ ദേവട്ട എങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നത് കേട്ട് നീ ബഹളം കൂട്ടരുത്. നല്ല മനസ്സോടെയാണ് ദേവട്ടൻ പറയുന്നത്. നിന്റെ ജീവിതം ഒരിക്കലും നശിക്കരുതെന്ന് ദേവട്ടൻ ആഗ്രഹമുണ്ട് മോളെ.